നമസ്കാരം എല്ലാവർക്കും. നമുക്ക് മണ്ണൂത്തിൽ നിന്ന് വരുമ്പോഴേ പാലിയേക്കര ടോൾ കൊടുക്കാതെ എങ്ങനെ പോകാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. നമ്മളിങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മണ്ണൂത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടോ കല്ലൂരിൽ നിന്ന് ടോൾ ഗേറ്റ് എത്തുമ്പോൾ 1 കിലോമീറ്റർ മുമ്പ് കല്ലൂർ എന്നുള്ള ഒരു ബോർഡ് കണ്ടോ, നമ്മൾ വലിയൊരു ബോർഡ് കണ്ടോ, ആ ബോർഡ് കണ്ട് വഴിക്കനെ കല്ലൂർ എന്നുള്ള ബോർഡ് കണ്ടോ, കല്ലൂർ ലെഫ്റ്റിലേക്ക് ഒരു ബോർഡ് കണ്ടോ, അപ്പോൾ കല്ലൂർ പള്ളം, ആ ബോർഡ് കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ ലെഫ്റ്റ് ഇടതേ വശത്തുള്ള സർവീസ് റോഡിലേക്ക് തിരിയുക. ഈ കണ്ടെയ്നർ കിടക്കുന്ന മുമ്പിൽ ഒരു സർവീസ് റോഡുണ്ട്, ആ സർവീസ് റോഡിലേക്ക് നമ്മൾ കയറുക. ആ സർവീസ് റോഡിലേക്ക് കയറിയിട്ട് ആ സർവീസ് റോഡിൽ കൂടെ തന്നെ നമ്മൾ പോവാം. ഞാൻ പറഞ്ഞത് മണ്ണൂത്തി എന്ന് പറഞ്ഞ വണ്ടിക്കാണ് കേട്ടോ. നമ്മൾ ആ സർവീസ് റോഡിലേക്ക് കയറി കണ്ടത് ഈ കയറുക സർവീസ് റോഡ് ഉണ്ടോ, ഇതാണ് സർവീസ് റോഡ് ഉണ്ടോ. അപ്പോൾ ടോൾ ഗേറ്റിനൊരു 1 കിലോമീറ്റർ മുമ്പിട്ടാ ആ കല്ലൂർ എന്നുള്ള ബോർഡ് കണ്ടാൽ നമ്മൾ പിന്നെ സർവീസ് റോഡിൽ കയറി ഈ സർവീസ് റോഡ് വഴിക്ക് തന്നെ നമ്മൾ വരിക. പിന്നെ എട്ടവും വലമൊന്നും തിരിയരുത്, നേരെ ആ സർവീസ് റോഡ് വഴിക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ വരുമ്പോൾ പോലത്തെ ഒരു പോലത്തെ ഒരു വഴിയാണ്. ആ വഴിയിൽ നമ്മൾ ഇടത്തോട്ട് തിരിയുക, ഈ ഓട്ടോറിക്ഷ പോണ വഴിക്ക് പോവുക. ഓട്ടോറിക്ഷ പോണ വഴിക്ക് തന്നെ ഇപ്പോൾ ഇത്ര വീതിയുള്ള വഴിക്ക് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഇടതേ വശത്ത് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ വഴി കൂടെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കറക്റ്റ് നമ്മൾ ആ തിരിഞ്ഞ ഹൈവേയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തിരിയണം കേട്ടോ. പിന്നെ ഈ വഴിക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നാട്ടുകാരെ വെറുപ്പിക്കാണ്ടും തിക്കുന്നിറക്കില്ലാതെ ഒക്കെ വരണം. നമുക്ക് ഈ വഴിക്ക് വരുമ്പോൾ വേറെ ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞനമ്പാറ ഹൈവേയിൽ നിന്ന് വരുന്നതും വിട്ടിട്ട് ഈ വഴിക്ക് വരുമ്പോൾ നമുക്ക് 2 കിലോമീറ്റർ നമുക്ക് കൂടുന്നുള്ളൂ. 2 കിലോമീറ്ററാണ് നമുക്ക് എക്സ്ട്രാ ഓടുന്നുള്ളൂ. പക്ഷേ നല്ല ലെവൽ റോഡാണ്. ഇതിലെ വലിയ ട്രക്കുകൾ കൊണ്ടുവരുന്നതാണ്. ഞാൻ പണ്ട് ട്രക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വണ്ടിയും കൊണ്ട് വരുന്ന സ്ഥിരം വരുന്ന വണ്ടിയും കൊണ്ട്, ജോളി വണ്ടിയും കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോളി വണ്ടി കൊണ്ട് വരുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലെ ട്രക്കുകൾ വിടുന്നില്ല. അതിന് ടോളുകാരുമായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടിട്ടാണോ ട്രക്ക് വിടാത്തതെന്ന് നമുക്കറിയത്തില്ല. ഇതിൽ അടുത്ത ദിവസത്തെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ചെറിയ വഴിയാണ്. ഇപ്പോൾ ഇതിലെ വലിയ ഹെവി വെഹിക്കിൾ പോയിട്ട് അതിൽ നിന്നുള്ളതായില്ല. നമ്മളങ്ങനെ തിരിയേണ്ട സ്ഥലമായി കേട്ടോ. ഇത് കണ്ടോ, റൈറ്റ് സൈഡിൽ ഒരു ഈഡൻ ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടോ, ഈഡൻ ഗാർഡൻസ് റൈറ്റ് സൈഡിൽ. നമ്മളങ്ങനെ ഈഡൻ ഗാർഡൻസ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈഡൻ ഗാർഡൻസ് കഴിയുമ്പോൾ തന്നെ വലത്തോട്ട് തിരിയുക. ഈ ഫസ്റ്റ് കാണുന്ന വലത്തോട്ട് വരും, ഈ കാർ ഇറങ്ങി വരുന്ന വഴിക്ക് തിരിയുക. ഈ വലത്തോട്ട് തിരിഞ്ഞാൽ പിന്നെ നമ്മൾ എഡവും വലവും തിരിയേണ്ട. നോക്കുമ്പോൾ ഒരു വലിയൊരു പാലം കാണാം. ഈ പാലം കയറി തന്നെ അങ്ങോട്ട് പോവുക. എഡവും വലവും തിരിയണ്ട, പിന്നെ നേരെ തന്നെ മെയിൻ റോഡിൽ കൂടെ തന്നെ പോവുക. ഈ വഴിക്കിപ്പം ഹെവി വെഹിക്കിൾസ് കുറേ നാളുകളായിട്ട് ബന്ദ് ചെയ്തിട്ടേക്കാണ്. കാരണം ടോളുകാരുമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസമാണോ നമുക്കറിയത്തില്ല. ഈ വഴിക്ക് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 3 കിലോമീറ്റർ നമ്മൾ ഓടുന്നുള്ളൂ. 2.5-3 കിലോമീറ്റർ നമുക്ക് ഓടുന്നുള്ളൂ. അപ്പോൾ അത് കാരണം എല്ലാ ഹെവി വെഹിക്കിളൊക്കെ ഇതിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹെവി വെഹിക്കിൾസ് ഇതിൽ വിടുന്നില്ല. അത് കാരണം ഹെവി വണ്ടികൾ 10 ടണ്ണിൽ കൂടുതലുള്ള വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളങ്ങനെ ഈ വഴിക്ക് ഇങ്ങനെ മെയിൻ റോഡിൽ കൂടെ തന്നെ ഇങ്ങനെ ഈ വഴി കൂടെ തന്നെ അങ്ങോട്ട് വരിക. ഈ വഴി കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എഡവും വലം തിരിയേണ്ട. ഇതേപോലെ ഉണ്ട്, ആ ബൈക്ക് പോകണ പോലെ ഇടത്തെ വഴിക്ക് തന്നെ തിരിയുക. ഇടത്തെ വഴിക്ക് അങ്ങനെ തിരിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു മെയിൻ റോഡിലേക്ക് വന്ന് കയറും. കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു മെയിൻ റോഡിലേക്ക് വന്ന് കയറും. ഈ വഴിക്ക് വരുമ്പോൾ നാട്ടുകാരെ ഞാൻ നേരത്തെ പറഞ്ഞു, നാട്ടുകാരെ വെറുപ്പിക്കാതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ കണ്ട മെയിൻ റോഡിലേക്ക് എത്തിയിട്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം റൈറ്റ് സൈഡിൽ കണ്ട മഠം ഹോസ്പിറ്റൽ. ഇതാണ് മഠം ഹോസ്പിറ്റൽ. ഇവിടെ നിന്ന് ഇനി വലത്തോട്ട് തിരിയുക. ഇവിടെ നിന്ന് ഇനി വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ ആമ്പല്ലൂർ ആണ്. അതുകൊണ്ട് ഈ വലത്തോട്ട് ഈ വരണ വഴിക്കാണ് നേരെ തന്നെ പോവുക. എഡവും വലവും തിരിയട്ടെ. ഇതാണ് മഠം ഹോസ്പിറ്റൽ ഉണ്ടോ, ഇതാണ് മഠം ഹോസ്പിറ്റൽ കേട്ടോ. ഈ കാരണം കാറൊക്കെ ടോൾ കൊടുക്കാണ്ട് വരുന്നതാണ്. ഇത് കണ്ടോ, മഠം കല്ലൂർ റോഡാണ് ഈ റോഡ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ടോൾ കൊടുക്കാതെ വരാൻ നല്ല അടിപൊളി വഴിയാണ്.